നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളൊന്നും ഞാൻ ചോദിച്ച് അങ്ങനെ പോകുന്നല്ല കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് നടക്കുന്ന വഴിക്ക് ഒക്കെ നിറയെ ഉണ്ട് ഇവിടെ. അപ്പൊ കാണുമ്പോൾ അവിടെ അവര് വിളിക്കും, ആ സ്ഥലത്തൂടെ പോകുന്ന എല്ലാരും വിളിക്കും, ഭോജൻ ഭോജൻ എന്ന് പറഞ്ഞു വിളിക്കും. അങ്ങനെ പോയി കഴിക്കുന്നതാണ് കേട്ടോ. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഇവര് വിളിക്കുന്ന ആളാണ് കേട്ടോ. പുറത്ത് ഇങ്ങനെ വന്നിട്ട് വിളിക്കാം കേട്ടോ, പ്രസാദ് ലീജിയെ, പ്രസാദ് ലീജിയെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് കേട്ടോ, വഴിയെ പോകുന്നവരെ ഉണ്ടോ. അതിന്റെ ഇടയിൽ അങ്ങോട്ടൊന്ന് കണ്ണു തിരിഞ്ഞപ്പോ രണ്ടുപേരും ഉള്ളിൽ കയറിട്ടോ. ഇടയ്ക്ക് ക്യൂ വെട്ടിക്കുന്ന ആൾക്കാരാണ് അവിടെ. ശിവാനി രംഗ് അമർനാഥ് എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് കേട്ടോ. അവരാണ് കേട്ടോ കൊടുക്കുന്നത്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, बढ़ते चलो, बढ़ते चलो, जय श्री राम, जय श्री राम, जय श्री राम. धन्यवाद आप लोगों का, आप सिस्टम से चल रहे हो, धन्यवाद. നമ്മൾക്ക് ധന്യവാദാട്ടോ പറഞ്ഞത്. അതായത് നമ്മളാണ് ഇത്രയ്ക്ക് ഇങ്ങോട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. ഒക്കെ അതിനവർ നമ്മളോട് നന്ദി പറയാം കേട്ടോ. അവർക്ക് വലിയ കാര്യമാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നവര്. റൈസാണ് കേട്ടോ. और मिलेगा, जितनी बार मर्जी लो, दोबारा मिलेगा, 4 बार मिलेगा. एक भर की खाइए. ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഇവിടെ കിട്ടിയത് റൈസും ഒരു കിഴങ്ങ് കറിയാണ് കേട്ടോ. ഇവിടെ ഒരു സ്പൂണും തരുന്നുണ്ട്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഭക്ഷണം ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ വഴി സൈഡിൽ. ഇവിടെ എന്താണെന്നറിയില്ല, നമുക്ക് ക്യൂ നിന്ന് നോക്കാം. പൈസ ഇല കൊണ്ടുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ, ഇലയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. താങ്ക് യു. ഉള്ള ഇല കൊണ്ട് എന്നിട്ട് ഈർക്കിലല്ല, ഈർക്കിൽ പോലത്തെ ഒരു കമ്പ് കുത്തി കുത്തി ഉണ്ടാക്കിയാണ് കേട്ടോ പ്ലേറ്റ്. ഇതിലാണ് തരുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാരും ഇടയിൽ കയറുന്നവര് ഉണ്ടോ. ആകെ ചെറിയൊരു ക്യൂ ആണ്, അതിന്റെ ഇടയിൽ ആൾക്കാർ കയറുക. നോക്കി जय जय श्री राम, जय श्री राम. अभी तो दिया मैंने, कहाँ गए 2 मिनट में जी. एक ഒരു പൂരിയാണ് കേട്ടോ. 2 വെച്ചാൽ തരിക, പക്ഷെ എനിക്ക് 1 മതി. 4 മേടിക്കുന്നവരുണ്ട് കേട്ടോ. അത് വേറെ വെറുതെ കിട്ടുന്ന വിചാരിച്ചിട്ട് ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇത് നമുക്ക് ഈ വേസ്റ്റ് ഇടുന്നിടത്ത് പോയി നോക്കിയാൽ കാണാം കേട്ടോ. ഇതുപോലെ മേടിക്കും, ഒരുപാട് മേടിക്കും, എന്നിട്ട് വെറുതെ കൊണ്ട് കളയും. എല്ലായിടത്തും ഉണ്ട് ഇത്. ഏ ഭായ്, ഏ ഭായ്, ഏ ഭായ്, जय श्री राम, जय सियाराम, जय सियाराम, जय सियाराम. ए भाई ये थोड़ा ऐसा कर दो, थोड़ा ऐसा कर दो ये. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് പായസം പോലത്തെ ഒരു സ്വീറ്റാണ് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയത്. ഒരു പൂരി, കിഴങ്ങ് കറി, പിന്നെ ഒരു മധുരം. ഇത് അടുത്തൊരു സ്ഥലം കേട്ടോ. ഇത് വഴി എങ്ങനെ പോകുമ്പോൾ വിളിച്ചിട്ട് ബൈ ലേലോ പ്രസാദ് ലേലോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ച് കയറ്റി കേട്ടോ ചെയ്യാം. എല്ലായിടത്തും ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പേപ്പറിന്റെ പ്ലേറ്റ് ആണ്. जय सियाराम, जय सियाराम. एक मिनट, हाँ ओके. भाई थोड़ा सा उतना नहीं चाहिए बस. റൈസ് ഉണ്ട്, ലഡു ഉണ്ട്. ഇത് ഫോണും പിടിച്ചിട്ട് ഇത് വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ. അപ്പൊ കുറച്ച് കഴിക്കും, അതുകൊണ്ട് വേസ്റ്റ് ആക്കാൻ പാടില്ല നമ്മൾ. താങ്ക് യു, താങ്ക് യു അല്ലോ കേട്ടോ. ജയ് ശ്രീറാമാണ് പറയണ്ടേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിട്ടിയതാണ് കേട്ടോ റൈസ്, പിന്നെ ഒരു ആലു സബ്ജി, ലഡു. ഇതുണ്ടോ
ഇതൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ. ഇത് അടുത്ത സ്ഥലം കേട്ടോ. ഇവിടെ സ്വീറ്റ് ആട്ടോ കൊടുക്കുന്നത്. जी दौड़ा 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 इतना नहीं चाहिए, इतना नहीं चाहिए, इतना नहीं चाहिए, वो वेस्ट हो जाएगा भाई, वेस्ट हो जाएगा. दौड़ा दौड़ा दे दौड़ा भाई. താങ്ക് യു. ജയ് ശ്രീറാം. ഇതെല്ലാവരും കഴിക്കാതിരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കഴിക്കുന്ന അറിയുന്നത് ഒരുപാട് തരും കേട്ടോ. എത്ര പ്രാവശ്യം വേണേലും മേടിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് സ്വീറ്റാണ്. ഇത് ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സ്റ്റേജിന്റെ അവിടെ കേട്ടോ. ഇവിടെ ഓരോ ദിവസവും ഓരോ സ്റ്റേറ്റിലുള്ള പ്രോഗ്രാമുകൾ, അതായത് കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് നടക്കുന്ന സ്റ്റേജാണ് കേട്ടെ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. ഇത് സരയൂ നദീന്റെ അടുത്തുള്ള, സരയൂ ഘട്ടിന്റെ അടുത്തുള്ളതാണ് കേട്ടോ. ഇത് ശബരി രസോയി എന്നാട്ടോ പറയാ. ഇത് ജമ്മു കാശ്മീരുകാരുടെ ഭക്ഷണം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വലിയ ക്യൂ ആണ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് പേര് ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഇവിടുന്ന് കൂടി കഴിക്കാനാവില്ല കേട്ടോ. വയറ് ഫുള്ളാണ്, വയറ് പൊട്ടിയിരിക്കും. ഇവിടെ എന്താ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് റൈസ് ഉണ്ട്. जय श्री राम. जय श्री राम. बोलिए भाई साहब, जय श्री राम. जय श्री राम. बोलेंगे. ഇത് ആലു കറി ആട്ടോ, ആലു സബ്ജി. പിന്നെ ഇപ്പുറത്ത് വേറെ എന്തോ ഉണ്ട്. അവിടെ പായസം ഉണ്ട് കേട്ടോ. പായസം കണ്ടപ്പോ കൺട്രോൾ പോയി. കുറച്ച് പായസം കുടിക്കാം. रसोई शबरी रसोई. हाँ बस 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 जय श्री राम. जम्मू का नाम रोशन कर. ये बात है कमिश्नर साहब है ना जम्मू. अच्छा अच्छा हां टाइम आ गया. हां ढूंढना. जय श्री राम. जय श्री राम. हेलो बेटे. ओ एक मिनट, ये हमारे काम कर रहे हैं अंदर. नहीं है अरे ये देख ऊपर लगी चलते रह गया. ये दौड़ा दौड़ा केरला केरला. ये सबसे बगल हो जाइए लेते इतो से छोड़. പൂവൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പന്തലും ഒക്കെ ഉണ്ട്. അപ്പുറത്ത് നമ്മൾ കണ്ടൊക്കെ വഴി സൈഡിലുള്ളതായിരുന്നു. ഇവിടെ പന്തലൊക്കെ വെച്ച് വന്ന് സെറ്റപ്പ് ആണ്. പായസം കണ്ടപ്പോഴാട്ടോ എൻ്റെ കൺട്രോൾ പോയി. നമ്മൾ ജമ്മു കാശ്മീരിലെ പായസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. बस 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 जय श्री राम. കാശ്മീരുകാരാട്ടോ. ജമ്മു കാശ്മീരിലുള്ളവരാ. റൈസ് ഉണ്ട്, ഒരു പൂരി ഉണ്ട്, കറിയുണ്ട്, ആലു, പിന്നെ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കറി, പിന്നെ ഒരു പായസം ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ശബരി രസോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പാത്രമൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. അവിടുന്ന് പാത്രം കഴുകുന്നുണ്ട്. നല്ല വൃത്തിയിൽ അടിപൊളിയായിട്ടോ എല്ലാം ചെയ്ത്. ഇനിയുണ്ട് കേട്ടോ ഇതുപോലത്തെ സ്ഥലങ്ങൾ, കഴിഞ്ഞിട്ടില്ല, കാണിച്ചു തരാം. ഇത് നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നിടത്തുള്ള വഴിസൈഡിലുള്ള വേറെ സ്ഥലമാണ്. ചായയും റസ്കും ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ വലിയ ക്യൂ ഒന്നുമില്ല, ക്യൂ കുറവാണ്. നമുക്ക് വേണ്ടി ചായ കുടിക്കാൻ ഇവിടുന്ന് കിട്ടിയതാട്ടോ ഈ ചായ റസ്ക്. ഇത് എപ്പോഴും ഉണ്ട് കേട്ടോ. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി 11 മണി വരെ അങ്ങനെയൊക്കെ രാവിലെ തൊട്ടിട്ട് എപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. നമുക്ക് ഈ റസ്ക് ഒക്കെ ആണെങ്കിൽ ഇനിയും പോയിട്ട് മേടിക്കാം. ഒന്നും ഒരു കുഴപ്പമില്ല. എന്തോരം വേണമെങ്കിൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് ഭക്ഷണം കൊടുക്കുന്ന വേറൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മെയിൻ അമ്പലത്തിന്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പുറത്തുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ക്യൂ ഉണ്ട്. കറക്റ്റ് ഊണിന്റെ സമയമാണ് ഗൈസ്. റൈസും കാര്യങ്ങളൊക്കെ കിട്ടും. ക്യൂവിന്റെ നീളം കണ്ടു. കുറച്ചൊന്നുമല്ല കേട്ടോ, ഇത് കുറേ ഉണ്ട്. ഇത് ചായയും റസ്കും ഒക്കെ തരുന്ന വേറൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും ചെറിയ ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം സമയമാണ് ഒരു ചായ കൊടുക്കുക. ऊपर रखो താങ്ക് യു. ഓ ചായ റസ്ക് കിട്ടും. അത് അതിൻ്റെ ഉള്ളിൽ ഇട്ടു. എൻ്റെ കയ്യിൽ ഫോണായതുകൊണ്ടാണ്.